ഹായ് ഹലോ നമസ്കാരം, ഷാനുവാണ്. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല കേട്ടോ, ABC ചാനലില് തനിക്ക് വേണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരാളെ ഇരുത്തിയിട്ട് TG മോഹൻ സാർ ഇങ്ങനെ കത്തിക്കയറാറുണ്ട് ചില സമയങ്ങളിൽ. ഈ മുസ്ലിമുകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആദ്യത്തെ സർക്കാരും രണ്ടാമത്തെ സർക്കാരിലും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് വന്നിരിക്കുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോഴെങ്കിലും ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കിക്കൂടെ? ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു. വീഡിയോ ഇതായിരുന്നു: മുസ്ലിങ്ങൾക്ക് മന്ത്രിസ്ഥാനമില്ലേ മോദി ഗവൺമെന്റിൽ? ആരാ ചോദിച്ചൊന്നും അറിയില്ല. മറ്റേ സാർ ചോദിക്കുന്നുണ്ട്, TG സാർ അതിന് മറുപടി കൊടുക്കുന്ന രീതി ഞാൻ എന്ത് കാണിച്ചു തരാം. ഈ മുസ്ലിമുകളോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇപ്പോൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നു. ആദ്യത്തെ സർക്കാരും രണ്ടാമത്തെ സർക്കാരിലും ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണ് വന്നിരിക്കുന്നത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അപ്പോഴെങ്കിലും ഒരു മുസ്ലിമിനെ മന്ത്രിയാക്കിക്കൂടെ? വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, കൊങ്ങിണിമാരോട് ഇങ്ങനെ ചെയ്യാമോ? ഇത്രയും കാലമായിട്ടൊരു കൊങ്ങിണി മന്ത്രി ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അത്ര പ്രബല സ്വാധീന രാഷ്ട്രീയ അല്ല, എന്ത് പ്രബലം? മുസ്ലിങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? കൊങ്ങിണിക്ക് ഇല്ലാത്ത കൊമ്പ് മുസ്ലിങ്ങൾക്കുണ്ട്. എണ്ണത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് എന്താ അവരെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ളവരാണ് അധികാരത്തിലിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അവരെ അധികാരത്തിൽ വരാത്തത്. സുനിൽ സാറ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ഒന്നാം മന്ത്രിസഭയിലും ഇല്ല, രണ്ടാം മന്ത്രിസഭയിലും ഇല്ല, മൂന്നാം മന്ത്രിസഭയിലെങ്കിലും ഒരു മുസ്ലിമിന് സ്ഥാനം കൊടുത്തുകൂടായിരുന്നു. എന്തിനു കൊടുക്കണം എന്നാണ് TG സാർ ചോദിക്കുന്നത്. ശരിയാണ്, എന്തിനു കൊടുക്കണം? അല്ല, അതിനു മുമ്പായിട്ട് ഈ ചോദ്യം ചോദിച്ച മുസ്ലിം ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മുസ്ലിങ്ങൾക്ക് ഏകദേശം എല്ലാവരും ഒരുവിധം എന്താ പറയാ ഇഷ്ടപ്പെടാത്തൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. 90% ആൾക്കാർ. അത് മാത്രമല്ല, മുസ്ലിങ്ങളെ വേർതിരിച്ച് കാണുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ BJP എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് മന്ത്രിസ്ഥാനം ചോദിച്ച മുസ്ലിം ആരാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് വിഷയം. ഏറ്റവും വലിയ വിഷയം അതാണ്. ഇവരോട് ഈ ഒന്നാം മന്ത്രിസഭയിലും രണ്ടാം മന്ത്രിസഭയിലും മന്ത്രിയെ ചോദിക്കാത്തത് മൂന്നാം മന്ത്രിസഭയിൽ വന്നപ്പോഴും മുസ്ലിം മന്ത്രി വേണമെന്ന് പറഞ്ഞ ആ മുസ്ലിം അതാരാണെന്നുള്ളതാണ് ചോദ്യം. ഒരേ ഒരു ബുദ്ധമതക്കാരൻ കേരളത്തിൽ കിടക്കുന്ന ബാലേന്ദ്രൻ ചുള്ളിക്കാടനെ എടുത്ത് മന്ത്രിയാക്കും. നീ എന്ത് ചെയ്യും? ഷോ മീ യുവർ ഗട്ട്സ്. നോൺസെൻസ്. ഇതിനൊക്കെ ഒരു മര്യാദയും പരിധിയൊക്കെ ഉണ്ട്. എന്താ ഈ മുസ്ലിം എന്ന് വിചാരിച്ചിരിക്കുന്നത്? ഇവരെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഓച്ചാനിക്കണമെന്നോ? നടക്കുന്ന കാര്യമല്ല. ഞാനിതൊരിക്കൽ നമ്മുടെ ഇദ്ദേഹത്തോടും പറഞ്ഞതാണ്. നമ്മുടെ പോൾ തേലക്കാട്ട് അച്ഛൻ പുള്ളി പറഞ്ഞു, ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കണം. ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണം? ന്യൂനപക്ഷങ്ങളെ കാണുമ്പോൾ ആരെയും തോർത്ത് കെട്ടി ഓച്ചാനിക്കണം? വാട്ട് നോൺസെൻസ്! ന്യൂനപക്ഷങ്ങളെയും ബഹുമാനിക്കണം എന്ന്. സൗകര്യമില്ലേ ബഹുമാനിക്കാൻ? ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് ബഹുമാനം വേണമെന്ന് ചോദിക്കുന്നു. ഒരിക്കലും വേണ്ട കേട്ടോ. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ബഹുമാനം ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ലെങ്കിലും ആരും ചോദിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും മനുഷ്യരായിട്ട് കണ്ടാൽ മതി. മനുഷ്യനായിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ബഹുമാനം, ആ ഒരു സ്നേഹമൊക്കെ നിലനിന്നാൽ മതി. പക്ഷെ ഈ ഒരു കാര്യം കഴിഞ്ഞോട്ടെ NRC വന്നപ്പോൾ കണ്ടില്ല. ബാക്കി എല്ലാ മനുഷ്യന്മാരെയും ഒരുമിച്ച് നിർത്തിയപ്പോഴും ഈ മുസ്ലിം എന്ന് പറഞ്ഞൊരു മനുഷ്യ കൂട്ടത്തെ മാറ്റി നിർത്തിയായിരുന്നു. അപ്പോ ഈ ന്യൂനപക്ഷത്തോടുള്ള ആ ഒരു സ്നേഹവും ബഹുമാനവും, അല്ല ആ ഒരു മനുഷ്യനാണെന്നുള്ള പരിഗണന അത് കണ്ടില്ല. TG സാർ ചിലപ്പോൾ മറന്നു പോകുന്നതായിരിക്കും. തള്ളി പോകുമ്പോഴേ ഇങ്ങനെ ആവേശം മൂത്തി ഇങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോഴേ സാറിന് മറന്നു പോകുന്ന കുറച്ച് കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഒരു മൈനോറിറ്റി മുസ്ലിമിനെ മത്സരിപ്പിച്ചു, അബ്ദുൽ സലാമിനെ. അയാളെ വഴി നടക്കാൻ പോലും സംഭവിച്ചില്ല. അയാളെ ഔട്ട്കാസ്റ്റ് ആക്കിയില്ലേ? ആ നല്ല മനുഷ്യനെ ഇവര് സമുദായ ഭ്രഷ്ടനാക്കി. കണ്ണു നിറഞ്ഞു ആ പാവത്തിന്. പിന്നെ മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാത്തതിന് കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. BJP എന്ന് പറഞ്ഞാല് കേരളത്തില് അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, BJP സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് നമ്മുടെ നാട് മൊത്തം കൊടുക്കുന്നത്. അത് മുസ്ലിംസ് മാത്രമല്ല കേട്ടോ. പിന്നെ അതിനകത്ത് ഒരു മുസ്ലിമിനെ ഇടയ്ക്ക് കൊണ്ട് നിർത്തിയിട്ട് അത് BJP ആണ്, അവന് വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ചും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് മുസ്ലിംസിനെ, ഇതുപോലെ കപട മുസ്ലിംസിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ നെറ്റി തഴമ്പുള്ള ആളായിരിക്കണം, തലയിൽ തട്ടുവിടുന്ന പെൺകുട്ടിയായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നിങ്ങൾ നോക്കിയെടുക്കാറുള്ളൂ. കാര്യം ജനങ്ങളുടെ മുന്നിലും TVയുടെ മുന്നിൽ വരുമ്പോഴേ അവരങ്ങനെ വരണം. അവരെങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ജനങ്ങളുടെ മുന്നിലും TVയുടെ മുന്നിലും അവരൊരു മുസ്ലിം നാമധാരി മാത്രമായിരിക്കരുത്. വേഷവിധാനത്തിലും ആ ഒരു ശൈലി നിങ്ങൾക്ക് വേണം. എന്നാലല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ അത്രയും മുസ്ലിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ എന്നിട്ട് എനിക്ക് മനസ്സിലാവാത്തത് ഈ പണത്തിന്റെയും അധികാരത്തിന്റെയൊക്കെ പുറകിൽ പോയിട്ട് ഇവര് സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ ആൾക്കാർ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ BJP ചെന്ന് കയറുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുക.
പച്ചയ്ക്ക് മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ഒരു സർക്കാരിന്റെ കൂടെ മന്ത്രിയായിട്ടിരിക്കണം എന്ന് പറഞ്ഞു വരുന്ന മുസ്ലിങ്ങളാണ് മൊത്തത്തിൽ ആദ്യമായിട്ട് അടിക്കാൻ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു മുസ്ലിം ഈ മോദിജി സർക്കാരിൽ മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ നിങ്ങൾ ഈ തള്ളി മറിക്കുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് വ്യൂവേഴ്സിനെയൊക്കെ വേണ്ടി അതിനുവേണ്ടി ആയിരിക്കും വലിയ രീതിയിൽ എന്താ പറയാ ഈ തമ്പനിയിലൊക്കെ കൊടുത്തിട്ട് മുസ്ലിംസിന് മന്ത്രിസ്ഥാനം കൊടുക്കില്ല. അതിനിപ്പോ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഈ തമ്പനിയിലൊക്കെ കൊടുക്കുമ്പോൾ ഈ രക്തം തിളച്ചു വരുന്ന കുറച്ച് RSS സഹോദരങ്ങൾ കാണും. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ സാരമില്ല. പ്രിയപ്പെട്ട TG സാർ അറിയാൻ വേണ്ടിയിട്ട് പറയാട്ടോ, ആവശ്യമില്ല. ഇതുപോലെ വർഗീയത പറയുന്ന ആൾക്കാരുടെ മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കാൻ തന്നെ സത്യം പറഞ്ഞ പുച്ഛമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ ചോദിക്കുന്ന ആളാരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ ചോദിക്കുന്നു എന്ന് പറയുന്നല്ലാതെ ചോദിക്കുന്ന ഒരു ക്ലിപ്പ് ഇടുക, ഇന്ന ആള് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മുസ്ലിമിന് ഈ മോദിജി സർക്കാരിൽ എന്തുകൊണ്ട് മുസ്ലിമിന് മന്ത്രിസ്ഥാനം കൊടുക്കുന്നില്ല. അതൊരു മര്യാദ കേട്ടോ. അല്ലാതെ വെറുതെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ പറഞ്ഞ ചിരിയാ വരുന്നത്. അത് ആർക്കും ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന കുറച്ച് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടാവും. അവർക്കെന്ന് പറഞ്ഞാല് ഈ പണമോ അധികാരമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ പണക്കാരനാകാന്നൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പോയി ചവിട്ടാറില്ല. ചവിട്ടരുതെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ നാട്ടില്. കാലറിയാതെ പോലും കൊണ്ട് ചവിട്ടരുതെന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ ചാണകത്തിൽ ചവിട്ടി ഉള്ള കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ മേടിക്കാറില്ല, പ്രത്യേകിച്ച് മലയാളികൾ കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.